കൃഷ്ണ ഗുരുവായൂരപ്പ പുറത്തിരിച്ചു. എൻ്റെ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും വിനീത പ്രണാമം. 2-3 പേര് അല്പം നെർവസ് ആണെന്ന് തോന്നുന്നു. വളരെ ലീഷർലി ഇരിക്കുക. സ്വാഗതം പറഞ്ഞ സമയത്ത് ഭാരതീയ ധർമ്മപ്രചരണം സ്വന്തം ചുമലിൽ ഏറ്റെടുത്തിരിക്കുന്ന ഗോപാലകൃഷ്ണൻ എന്നൊരു പദപ്രയോഗം പറഞ്ഞു. അങ്ങനെയൊന്നും ഞാൻ ഏറ്റെടുത്തിട്ടില്ല കേട്ടോ. ഏതായാലും നമ്മുടെ നാടിൻ്റെ മഹത്വമേറിയ സന്ദേശങ്ങൾ 21ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് എത്രത്തോളം പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ അത്രത്തോളം പ്രയോജനപ്പെടുത്തുവാൻ പാകത്തിന് വിവരിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം നിർവഹിക്കുമ്പോൾ വലിയ സന്തോഷം തോന്നാറുണ്ട്. ജൂൺ മാസം 28ാം തീയതി മുതൽക്ക് മിനിഞ്ഞാന്ന് വരെ ജൂലൈ 31ാം തീയതി വരെ അമേരിക്കയിലെയും കാനഡയിലെയും കുറേ യൂണിവേഴ്സിറ്റികളിൽ, സംഘടനകളിൽ എല്ലാം നമ്മുടെ ഈ പൈതൃകത്തെക്കുറിച്ച് പ്രഭാഷണം നടത്താൻ ഒരു 34 ദിവസം നീണ്ടു നിൽക്കുന്ന ആ യാത്ര കഴിഞ്ഞ് മടക്കവേളയിൽ ഇവിടെയും ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നലെ ദുബായിൽ എംബസിയിലും പിന്നെ ഇന്ന് അബുദാബിയിലൊക്കെ വരാൻ സാധിച്ചത് ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിൻ്റെയൊക്കെ പ്രതിഫലമാണെന്ന് പലപ്പോഴും മനസ്സ് പറയാറുണ്ട്. എല്ലായിടത്തും നമ്മുടെ നാടിൻ്റെ പൈതൃകം 2 കയ്യും നീട്ടി സ്വീകരിക്കാൻ പതിനായിരക്കണക്കിന് സാധാരണക്കാരും നൂറുകണക്കിന് ചിന്തകരും പണ്ഡിതരും ശാസ്ത്രജ്ഞന്മാരും മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ നാടിൻ്റെ പൈതൃകത്തിൻ്റെ അവകാശികളായ നമ്മൾ, ആ നാടിൻ്റെ സമസ്ത നന്മകളുടെയും അവകാശികളായ നമ്മൾ ആ പൈതൃകം പഠിക്കണം. ആത്മാഭിമാനമുണ്ടാകാൻ വേണ്ടി അവനവൻ്റെ രാഷ്ട്രത്തിൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവികാലവും പഠിക്കണം. അതുപോലെ ലോക ജനതയുടെ അംഗീകാരം നേടിയെടുക്കാനായിട്ട് നമ്മൾ ആരാണെന്ന് പഠിച്ച് ലോക ജനതയുടെ മുമ്പിൽ അത് അവതരിപ്പിച്ച് അംഗീകാരം നേടണം. മാത്രമല്ല 21ാം നൂറ്റാണ്ടിലെ ലോകം ഭാരതീയ നന്മകളിലേക്ക് അസാധാരണമാം വേഗത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന്. ഞാൻ ഇന്ന് എന്ന് പറയുമ്പോൾ ദിസ് ഡേ, ദിസ് മന്ത്, ദിസ് ഇയർ, ദിസ് ഡിക്കേഡ്, അതില് നമുക്ക് ആ നന്മകൾ പഠിച്ച് നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും ഇതിനെ അനുകൂലിക്കുന്നവർക്കും എതിർക്കുന്നവർക്കും പറഞ്ഞുകൊടുത്ത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കണം, പകർത്തിപ്പിക്കാൻ സാധിക്കണം. അപ്പൊ നമ്മൾ എന്തിനാ നമ്മുടെ പൈതൃകം പഠിക്കുന്നത്? 1, ആത്മാഭിമാനമുണ്ടാകാൻ. 2, ലോക ജനതയുടെ അംഗീകാരം നേടാൻ. 3, നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ. എന്നിട്ട് ആധുനികമായ അറിവുകളുടെ പരിമിതികൾ, ആധുനിക ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, ആധുനിക ലോകത്തിൽ സ്വതസിദ്ധമായിട്ടുള്ള സംഘർഷങ്ങൾ,
ഇവയ്ക്ക് എത്രത്തോളം പരിഹാരം കാണാൻ സാധിക്കുമോ അത്രത്തോളം പരിഹാരം കാണണം. ഇന്നലെ കൗൺസിൽ ജനറൽ ഹാളില് ദുബായിൽ നടന്ന മീറ്റിംഗിൽ ഞാൻ പറഞ്ഞു, അതിൽ ഒരു പാരഗ്രാഫ് ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. നമ്മൾ ഏതാണ്ട് ഈ ഭൂമിയിൽ 26,500 ദിവസമാണ് ജീവിക്കുന്നത് ഏകദേശം. ആ 26,500 ദിവസം ജീവിക്കുക അപ്രോക്സിമേറ്റ്ലി 70 years, 70 വർഷം ഓൺ ആൻ ആവറേജ്. 60 ടൺ ഭക്ഷണം നമ്മൾ ഈ കാലയളവിൽ കഴിക്കുന്നുണ്ട്. ഒരു ദിവസം 23,080 പ്രാവശ്യം ശ്വസിക്കുന്നുണ്ട് ഒരു ദിവസം. T.S. എലിയട്ട് എന്ന അതിപ്രശസ്തനായ ഇംഗ്ലീഷ് കവി പറഞ്ഞതുപോലെ, എവ്രി ബ്രീത്ത് ഈസ് ടേക്കിംഗ് യു ടുവേർഡ്സ് ഗ്രേവ്യാർഡ്. ഓരോ ശ്വാസോച്ഛ്വാസവും നമ്മളെ ശ്മശാനത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ന് തുടങ്ങി നമ്മുടെ ശ്മശാന യാത്ര? ഡേറ്റ് ഓഫ് ബർത്ത് മുതൽക്ക് തുടങ്ങി. എന്നിത് അവസാനിക്കും ഡേറ്റ് ഓഫ് ഡെത്തിൽ അവസാനിക്കും. അതിന്റെ രണ്ടിന്റെയും ഇടയ്ക്ക് എന്താ ഉള്ളത്? ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്കുള്ള ജീവിത നാടകം. ഏത് വാക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ ജീവിത നാടകത്തില് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ശരീരത്തെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ കുടുംബത്തെ ദുഃഖിപ്പിക്കാതെ ആത്മസംതൃപ്തിയോടുകൂടി ചാരിതാർത്ഥ്യജനകമായൊരു ജീവിതം നയിക്കാൻ സാധിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും ചെയ്യണം. നിങ്ങളുടെ കർമ്മഭൂമിയായ അബുദാബിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്ന നന്മകളെല്ലാം ചെയ്ത് നിങ്ങളുടെ ജന്മഭൂമിയായ ഭാരതത്തിലും അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിക്കുമ്പോഴാണ് ഹൃദയത്തെ സ്പർശിക്കുന്നൊരു വാക്ക് നിങ്ങൾക്ക് പറയാൻ സാധിക്കാം. ധന്യമീ ജീവിതം, ധന്യമായൊരു ജീവിതം. എന്താ ധന്യമായ ജീവിതം? മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം. നിങ്ങൾക്ക് 2 രാഷ്ട്രമുണ്ട്. ഒന്ന് കർമ്മഭൂമി, മറ്റൊന്ന് ജന്മഭൂമി. ഈ 5 കാര്യത്തിന് ശാശ്വതമായ സസ്റ്റൈനബിൾ ആൻഡ് പെർമനന്റ് നന്മ വരുത്തിക്കൊണ്ട് നൽകിക്കൊണ്ട് ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിച്ചാൽ അതാണ് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ലക്ഷ്യമാക്കി നിലനിർത്തേണ്ടത്. നമ്മൾ മാത്രമല്ല, നമ്മളുടെ മക്കളോടും അത് പറയണം, നമ്മുടെ പാർട്ട്ണറോടും അത് പറയണം, വൈഫിനോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട്. എന്തിന് ജീവിക്കുന്നു? നമുക്ക് ആർക്കും പെട്ടെന്ന് ഉത്തരം കിട്ടില്ല. ഹൗ ലോങ് യു ആർ ലിവിങ്, ദാറ്റ് ഈസ് നോട്ട് ഇമ്പോർട്ടന്റ്. ഹൗ യു ആർ ലിവിങ്, ആ ലോങ് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഹൗ യു ആർ ലിവിങ്. നമ്മളുടെ ജീവിതം നമുക്ക് ഭാരമാകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് ഒരു ഭാരമാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടത്? ഇന്നും ഈ ജീവിക്കാൻ ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്ക് ജീവിക്കാൻ അവസരം നൽകിയ ജഗതീശ്വരൻ നമ്മളെ എന്തിനാണോ ഇങ്ങോട്ട് അയച്ചത്, ആ ദൗത്യം 100% സന്തോഷത്തോടുകൂടി ചെയ്തു തീർക്കാം. അപ്പോഴാണ് ഇടയ്ക്കെങ്കിലും ചിരിക്കാൻ നമുക്ക് സാധിക്കുക. എന്താ ചെയ്യാ?
ഭഗവത്ഗീത നിങ്ങൾ കേട്ടിരിക്കാൻ ഇടയുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്. പ്രസാദേ സർവദുഃഖാനാം ഹാനിരസ്യോപജായതേ. പ്രസാദാത്മകമായ മുഖം നിലനിർത്തുകയാണെങ്കിൽ ഏത് വിധത്തിലുള്ള ദുഃഖവും ഇല്ലാതെയാക്കാൻ നമുക്ക് സാധിക്കും